വേദയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ തരുൺ സേതുലക്ഷ്മി അമ്മയും ഗൗരിമോളെയും തിരുവനന്തപുരത്തുള്ള സ്വന്തം വീട്ടിലാക്കിയതിന് ശേഷം വേദയും തരുണും തമിഴ്നാട്ടിലോട്ട് തന്നെ ജോലി സ്ഥലത്തോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. വീക്കെൻഡിൽ ഒരു ദിവസം മാത്രമേ വീട്ടിലോട്ട് വരാൻ കഴിയത്തുള്ളൂ. പക്ഷേ ആ തീരുമാനം വേദയ്ക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു. ആഴ്ച ഒരു ദിവസം മാത്രമേ മോളുടെ കൂടെ കഴിയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പരാതി സേതുലക്ഷ്മി അമ്മയോട് പറയുന്നു. അമ്മ, ഗൗരിമോൾ എൻ്റെ മാത്രം മോളാണ്, പിന്നെന്താ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാനും സ്വാതന്ത്ര്യമില്ല. തരുൺ എന്താണ് ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് ചോദിക്കും. മോളെ, അത് മോളുടെ സുരക്ഷയോർത്താണ് തരുൺ അങ്ങനെയൊരു തീരുമാനമെടുത്തത്. അന്ന് ഡൽഹിയിൽ വെച്ച് മോള് ഗൗരിമോളുടെ സുരക്ഷയെ കരുതി മാത്രമല്ലേ മോളെ അന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. നിൻ്റെ സഹോദരൻ കുഞ്ഞിനെ അപകടപ്പെടുത്തുമോ എന്നുള്ള ഭീതിയിലാണ് നീ കുഞ്ഞിനെ അന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അതിനുശേഷമാണ് നമ്മൾ തരുണിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്, തരുണിൻ്റെ അടുത്ത് കുഞ്ഞിനെ നമ്മൾ ഏൽപ്പിക്കുന്നത്. അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ തരുണും അനുഭവിക്കുന്നത്. ആ ദേവരാജൻ ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ മോളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നുള്ളൊരു ഭയം അവനുണ്ട്. നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് മോൾ സ്കൂളിലും പോകുന്നുണ്ട്. ആ സമയത്ത് അവൻ എന്തെങ്കിലും രീതിയിൽ കുഞ്ഞിനെ അപകടപ്പെടുമോ എന്നുള്ള ഭയം അവനുണ്ട്. രാധികയുടെ ഒരു മരണം അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് മോളുടെ സുരക്ഷയെ കരുതി അവൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ആഴ്ച ഒരു ദിവസം വന്ന് നിങ്ങൾക്ക് മകളെ കാണാമല്ലോ. എന്തിനേക്കാൾ ഉപരി നമ്മൾക്കിപ്പോൾ വലുത് ഗൗരിമോളുടെ രക്ഷയില്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് വേദയെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേദയ്ക്ക് എന്നാലും നല്ല വിഷമം ഉണ്ടായിരുന്നു. മോളുടെ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലും പറയാൻ വേദയ്ക്ക് പറ്റുമായിരുന്നില്ല. അതിനുശേഷം തരുൺ അതുപോലെ തന്നെ മോളുടെ സുരക്ഷയെ കരുതി ഒരു ബോഡി ഗാർഡിനെ നിയമിക്കുന്ന കാര്യം ജയിൽ സൂപ്രണ്ടായ ആൻഡ്രൂസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആൻഡ്രൂസ് ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം തരുണിനെ വിളിച്ചറിയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തരുണിനെ ആൻഡ്രൂസ് ഫോൺ ചെയ്യുകയാണ്. സാർ, ഞാൻ ആൻഡ്രൂസ് ആണ്. പറയൂ സാറേ. അത് സാറ് പറഞ്ഞില്ലായിരുന്നോ മോളുടെ കൂടെ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു ബോഡി ഗാർഡിനെ പറ്റി? അതെ, ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്താ അയാളുടെ പേര് വിക്രമാദിത്യൻ എന്നാണ്. കുറച്ച് നാൾ ജയിലിലായിരുന്നു പറയും. ജയിലിൽ കിടന്ന ആളോ? സാറേ, അവൻ ജയിലിൽ 5 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് അവനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പറ്റിയത്. അവൻ നിരപരാധിയായിരുന്നു. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് അവൻ ജയിലിൽ വന്നത്. നല്ല സ്വഭാവമുള്ള ഒരു അധ്യാപകൻ്റെ മകനാണ്. അങ്ങനെ അവിടെ നിന്ന് വിക്രത്തിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തന്നോട് പറയുവാണ്. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമുണ്ട് എന്നുള്ള എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി, എങ്കിൽ ഇനി മറ്റൊന്നും ആലോചിക്കുന്നില്ല. അയാളെ തന്നെ ഗൗരിമോളുടെ സുരക്ഷയ്ക്കായിട്ട് ഞാൻ ഏർപ്പാട് ചെയ്യുന്നുണ്ടെന്ന് പറയും. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഞാൻ വിക്രത്തിനോട് അങ്ങോട്ട് വന്ന് സാറിനെ കാണാൻ പറയും. ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബോഡി ഗാർഡായിട്ട് പോകുന്ന കാര്യം വിക്രത്തിൻ്റെ അച്ഛനോട് പറയുന്നൊരു സുധാകരൻ മാഷിനോട്. പക്ഷേ സുധാകരൻ മാഷിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കാരണം തൻ്റെ മകന് നല്ല വിദ്യാഭ്യാസമുണ്ട്. അതുമാത്രമല്ല, ഒരു അപകടാവസ്ഥയിലൂടെ സ്വന്തം മകനെ കൊണ്ടാക്കുന്ന ഒരു ഭയം അദ്ദേഹത്തിനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തരുൺ സാറിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അതുപോലെ തന്നെ അയാളെ ഉപദ്രവിക്കാൻ വരുന്ന ശത്രുക്കൾ തൻ്റെ മകനെ ഉപദ്രവിക്കുക എന്നുള്ള ഭയവും ഉണ്ടായിരുന്നു. മോനെ, അത് വേണമെന്ന് ചോദിക്കും. അത് അച്ഛാ, കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ ഒരു അപകടത്തിലും പോയി തലവെക്കത്തൊന്നുമില്ല. മോളുടെ സുരക്ഷ ഒന്നുമില്ലെങ്കിൽ അവർ രണ്ടും ഉദ്യോഗസ്ഥരില്ലയോ. അദ്ദേഹത്തിൻ്റെ വൈഫ് സബ് കളക്ടറാണ്, അദ്ദേഹം IPS ഓഫീസറാണ്. അപ്പം അവർക്ക് രണ്ടുപേർക്കും ശത്രുക്കളുണ്ടാവും. രണ്ടുപേരും സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്ന് പറയും. എന്നാലും മോനെ, നീ കുഴപ്പമൊന്നുമില്ല അച്ഛൻ, എന്നാൽ സുഖമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും, അച്ഛൻ എന്നെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് മാഷിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് തിരുവനന്തപുരത്തോട്ട് പോകുന്നത്. ഈ സമയത്ത് തന്നെ നമ്മുടെ വേദയും തരുണും കൂടി വീക്കെൻഡിൽ നാട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയം തന്നെ മോളെക്കുറിച്ച് ചെറിയൊരു കംപ്ലയിൻറ്റ് വേദയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ വേദ അത് അന്വേഷിക്കാനായിട്ട് സ്കൂളിൽ ചെല്ലുന്നുണ്ട്. സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് പ്രിൻസിപ്പളൊക്കെ ചോദിക്കും, എന്താ മേഡം, എന്താ പ്രശ്നമെന്ന് ചോദിക്കും. അടിയാണ് മേഡം പ്രശ്നമെന്ന് ചോദിക്കും. അടിയോ? അതെ, അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അടിച്ച് തന്നെ അത് തീർക്കും. അതാണ് അവളുടെ പ്രകൃതം എന്ന് പറയും. അത് കേൾക്കുമ്പോൾ വേദയ്ക്ക് മനസ്സിലാവും അവളുടെ അച്ഛൻ്റെ അതേ ക്യാരക്ടർ തന്നെയാണ് അവൾക്കും. ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് അപ്പം തന്നെ പ്രതികരിക്കുമെന്ന് പറയും. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു കളർ പെൻസിൽ ഒരു കുട്ടി പിടിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഗൗരിമോൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സീനും കൂടി നമ്മൾ ഇടയ്ക്ക് വെച്ച് കാണുന്നുണ്ട്. അച്ഛൻ്റെ സ്വന്തം മോള് തന്നെയാണ് ഗൗരി, ഒരു കുട്ടിക്കുറുമ്പിയും കൂടിയാണ്. അങ്ങനെ സ്കൂളിൽ വന്ന് കാര്യങ്ങളെല്ലാം പരിഹാരം കണ്ടതിന് ശേഷം വേദ അങ്ങ് തിരിച്ചു പോകുന്നുണ്ട്. മോളെ, ഇനി അങ്ങനെയൊന്നും ചെയ്യരുത്, ആരെ അടിക്കലെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അതിനുശേഷം പിറ്റേ ദിവസം തരുണും വേദയും കൂടി അങ്ങ് ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ മോളടുത്ത് പറയും, മോളെ, ഇന്നു മുതൽ മോളെ നോക്കാനായിട്ട് ഒരു ബോഡി ഗാർഡ് വരുന്നുണ്ട്. ബോഡി ഗാർഡ്? അതെ, ഫുൾ ടൈം മോളുടെ കൂടെ തന്നെ കാണും. അച്ഛനും അമ്മയും ആഴ്ച ഒരു ദിവസമല്ലേ വരുത്തുള്ളൂ. ആ സമയം അത്രയും അദ്ദേഹമായിരിക്കും മോളെ നോക്കുന്നത്. എല്ലാ കാര്യവും മോൾക്ക് തുറന്ന് പറയാം, മോളൊന്നും കൊണ്ടും പേടിക്കേണ്ട, അച്ഛൻ എല്ലാ കാര്യവും പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ തരുണും വേദയും കൂടി അങ്ങ് പോവുകയാണ്. അതിനുശേഷം രാവിലെ വിക്രം തരുണിൻ്റെ വീട്ടിലോട്ട് വരും, തിരുവനന്തപുരത്തേക്ക്. അവിടെ വരുന്ന സമയത്ത് സേതുലക്ഷ്മി അമ്മയും
മോള് മാത്രമേ കാണത്തുള്ളൂ. മോള് സ്കൂളിൽ പോകാനൊക്കെ റെഡിയാവുകയാണ്. ആ സമയത്ത് വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ചോദിക്കും, എൻ്റെ പേര് വിക്രമാദിത്യൻ. ഓ, തരുൺ സാറ് പറഞ്ഞിട്ട് വന്നതാന്ന് പറയും. ആ, മോളെ നോക്കാനൊരു ബോഡി ഗാർഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, എന്താ പേര്? അപ്പോൾ പേര് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിക്രമാദിത്യൻ. അങ്ങനെ പറയും, വേറെ എന്തെങ്കിലും ജോലി ഞാൻ ചെയ്യണമെന്ന് ചോദിക്കും. വേണ്ട, മോളെ നോക്കുന്ന ജോലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ബാക്കിയെല്ലാം ചെയ്യാൻ ഇവിടെ സർവൻ്റ് ഉണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും സാർ എൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞിരുന്നു, ഫുൾ ടൈം മോളുടെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞെന്ന് പറയും. ശരി, മോൾക്ക് സ്കൂൾ ബസ് വരും, അതിൽ പോയിട്ട് മോൾ വൈകുന്നേരം ആവും വരാമെന്ന് പറയും. അത് സാരമില്ല മേഡം, ഞാൻ കൊണ്ടാക്കാം, ഫുൾ ടൈം മോളുടെ കൂടെ വേണമെന്നല്ലേ പറഞ്ഞത്, ഞാൻ തന്നെ മോളെ കൊണ്ടാക്കാം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അപ്പോൾ ആ സമയം അത് ഞാൻ സ്കൂളിൻ്റെ പരിസരത്തെല്ലാം നിന്നോളാമെന്ന് പറയും. എങ്കിൽ ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറയും, ഞാൻ തരുണിനെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയും. അങ്ങനെ മോളെ പറയും, മോളെ ഇതാണ് മോൾക്ക് അച്ഛൻ ഏർപ്പാട് ചെയ്ത പുതിയ അങ്കിളെന്ന് ചോദിക്കും. ആഹാ, അങ്കിളിൻ്റെ പേരെന്താ? എൻ്റെ പേര് വിക്രമാദിത്യൻ. ഓ, വലിയ പേരാണല്ലോ. പക്ഷെ മോളെ കാണുമ്പോൾ തന്നെ വിക്രത്തിന് ഭയങ്കരമായൊരു സ്നേഹം തോന്നും. സ്വന്തം മകൾ തന്നെയാണ് ആ ഒരു അനുഭവം, സ്വന്തം മകൾ അടുത്ത് നിൽക്കുന്നൊരു ഫീല് വിക്രത്തിനുണ്ടാവുകയാണ്. അങ്ങനെ വിക്രത്തിന് മോളെ ഒരുപാട് ഇഷ്ടപ്പെടും, സംസാരവും ചിരിയും ഒക്കെ. ചില ആംഗിളിൽ കൂടി നോക്കുമ്പോൾ വേദയുടെ ഒരു ചെറിയ മിനിസ്റ്ററും കൂടി തോന്നുന്നുണ്ട്. ആ സമയത്ത് പറയും, വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കഥ ഒരുപാട് തവണ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ആഹാ, എന്തൊക്കെയാണ് പറയുക, വിക്രമാദിത്യനും വേതാളത്തിൻ്റെയും കഥ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. ആ, അങ്കിളിന് കഥ അറിയാം. ആ, എനിക്കും അറിയാം. എങ്കിൽ അങ്കിള് പറ കഥ. ആ, മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ മോൾക്ക് പറഞ്ഞു തരാം വേതാളത്തിൻ്റെയും വിക്രമാദിത്യൻ്റെയും കഥയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മോളെ സ്കൂളിൽ കൊണ്ടാക്കും. അങ്ങനെ വിക്രവും മോളും തമ്മിൽ നല്ല രീതിയിൽ അങ്ങ് അടുക്കുകയാണ്. അങ്ങനെ മോളെ സ്കൂളിൽ കൊണ്ടാക്കുന്നു, തിരിച്ച് വിളിച്ചുകൊണ്ട് വരും. അപ്പം അവർ തമ്മിൽ നല്ല അടുപ്പം എന്നുള്ള കാര്യം കാണുമ്പം സേതുലക്ഷ്മി അമ്മയ്ക്കും നല്ല സന്തോഷമാവും. ആ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, അങ്ങനെ നല്ല ഫ്രാങ്കായിട്ട് അങ്ങനെ വിക്രത്തെക്കുറിച്ചൊക്കെ സേതുലക്ഷ്മി അമ്മയോട് വിളിച്ച് തരുൺ അന്വേഷിക്കുന്നുണ്ട്. ആ, നല്ല പയ്യനാ മോനെ, മോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോണിൽ വിളിച്ച് മോളോട് ചോദിക്കും, മോൾക്ക് അങ്കിളിനെ ഇഷ്ടപ്പെട്ടു. ആ, നല്ല അങ്കിളാണ്, എനിക്ക് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും. അങ്ങനെ അതിനുശേഷം വേദ പിന്നെയും ഈ ലഹരി മാഫിയയ്ക്ക് എതിരെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ പദ്ധതിയായിട്ട് തന്നെ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ദേവരാജൻ ആദ്യത്തെ കേസിൽ നിന്ന് അങ്ങ് ഊരിപ്പോവും. അതിനുശേഷം പിന്നെയും ദേവരാജനെതിരെ തെളിവുകൾ ശേഖരിക്കുകയും പിന്നെയും ഒരു റെയ്ഡ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം തരുൺ വിളിച്ച് വേദയെടുത്ത് പറയുന്നുണ്ട്, വേദ താൻ ഇനിയും ഇതിൻ്റെ പുറമെ നടക്കരുത്, മോളെ അന്ന് അപകടപ്പെടുത്താൻ അയാൾ ശ്രമിച്ചു, ഇനിയും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ പിന്നെയും മോളെ അപകടപ്പെടുത്തുന്നവരെ അങ്ങനെയൊന്നുമില്ല, മോൾക്കൊരു അപകടം ഉണ്ടാവത്തില്ല, ഞാൻ നിയമം വിട്ടൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ തരുണിനോട് സംസാരിക്കുന്നുണ്ട്. തരുൺ നല്ല ഭയമുണ്ട്, അയാളൊരു ക്രിമിനലാണെന്നുള്ള കാര്യം തരുണിന് അറിയാം. പക്ഷേ വേദയ്ക്ക് അതിനെക്കുറിച്ച് അത്ര ഒരു സർവീസിൽ വലിയ അതിൽ എക്സ്പീരിയൻസ് ഇല്ല വേദയ്ക്ക്. പക്ഷേ തരുൺ പറയുന്നതൊന്നും വേദ അനുസരിക്കാൻ തയ്യാറാവത്തില്ല. അങ്ങനെ പിന്നെയും റെയ്ഡൊക്കെ നടത്തിയും ദേവരാജനെതിരെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവെഞ്ച് ദേവരാജൻ ഉണ്ട്. അപ്പോൾ ദേവരാജൻ പറയും, എങ്ങനെയെങ്കിലും അവളെ തകർത്തേ പറ്റത്തുള്ളൂ, അവൾക്കും അവനെ നോവണമെന്നുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കണം, എങ്കിൽ മാത്രമേ അവൾക്ക് നോവത്തോളം എന്ന് പറയും. ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയിരിക്കുമെന്നൊക്കെ ദേവരാജൻ അയാളുടെ കൂടെ ഉള്ളവരോട് പറയുന്നുണ്ട്. ഈ സമയത്ത് അവർ പറയും, അവരുടെ കൂടെ കുഞ്ഞില്ല, അവർ രണ്ടുപേരും തമിഴ്നാട്ടിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത്, പക്ഷേ കുഞ്ഞ് അവരുടെ കൂടെ ഇല്ലെന്ന് പറയും. അങ്ങനെ ഇത്രയും പെട്ടെന്ന് അവൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് അന്വേഷിക്കണമെന്ന് പറയും. അങ്ങനെ അയാൾ അയക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് കുഞ്ഞ് തിരുവനന്തപുരത്താണെന്നുള്ള കാര്യം. അങ്ങനെ ദേവരാജനെ ഇവരെ അറിയിക്കുന്നുണ്ട്, കുഞ്ഞ് തിരുവനന്തപുരത്താണ്, ആഴ്ച ഒരു ദിവസം മാത്രമേ അച്ഛനും അമ്മയും വന്ന് കുഞ്ഞിനെ കാണത്തുള്ളൂ, കുഞ്ഞിൻ്റെ സുരക്ഷയോർത്തായിരിക്കും അങ്ങനെ ചെയ്തതെന്ന് ദേവരാജനും പറയുന്നുണ്ട്. അതിനുശേഷം തിരുവനന്തപുരത്ത് കുഞ്ഞുള്ള കാര്യം മനസ്സിലാക്കുന്ന ദേവരാജനും അയാളുടെ കൂടെ ഉള്ളവരും കുഞ്ഞിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആ സമയത്ത് വിക്രം എന്ന് പറഞ്ഞ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ വിക്രം മോളെയും കൊണ്ട് സ്കൂളിലോട്ട് വരുന്ന വഴിക്ക് കുറച്ച് പേര് ചേർന്ന് വിക്രത്തിനെയും മോളെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് മോൾ അറിയുന്നില്ല, വിക്രം അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് മോളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും വിക്രം തൻ്റെ ജീവൻ കൊടുത്ത് കുഞ്ഞിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വിക്രത്തിന് വെട്ടേൽക്കുകയും പരിക്ക് പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വിക്രത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസുകാരൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഇത് DCP തരുൺ അയാളുടെ മകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തരുണിനെ പെട്ടെന്ന് ഇൻഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദയും വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. വേദയെ വിളിച്ച് ഒരുപാട് തരുൺ ഫയർ ചെയ്യുന്നുണ്ട്. തന്നോട് ഞാൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന്. പിന്നെയും കണ്ടില്ലേ, മോൾക്ക് നേരെ ഉണ്ടായ ആക്രമണമാണിത്, വിക്രം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ അപകടത്തിൽ നിന്ന് ഒഴിവായെന്ന് പറയും. വിക്രം എന്ന പേര് കേൾക്കുമ്പോൾ വേദയ്ക്ക് പെട്ടെന്ന് വിക്രത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പെട്ടെന്ന് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് മോള് സുരക്ഷിതമായിട്ട് വീട്ടിലുണ്ട്. ആ സമയത്ത് ചോദിക്കും, അയാൾക്കിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് തരുൺ അന്വേഷിക്കുന്നുണ്ട്. അയാൾ ഹോസ്പിറ്റലാണെന്ന് പറയും. ആ സമയത്ത് വേദയും പറയും, എനിക്ക് അയാളെ ഒന്നൊന്ന് കാണുമെന്ന് പറയും. തൽക്കാലം വേണ്ട, തൽക്കാലം താനും മോളും അങ്ങോട്ട് വരേണ്ട, പിന്നെ അപകടം പതിയിരിക്കുന്ന അറിയാൻ പറ്റത്തില്ല, ഞാൻ പോയി വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട്
തരുൺ പോയാണ് വിക്രത്തിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. ആ സമയത്ത് വിക്രവും വേദയും തമ്മിൽ കണ്ടുമുട്ടാനുള്ള ഒരു ചാൻസ് അവിടെ ഒഴിവാവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് വിക്രത്തിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞങ്ങൾ സ്കൂളിലോട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് കുറച്ച് പേര് മോളെ ഫോളോ ചെയ്യുന്നതാണൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ മോളെ അപകടപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. കുഞ്ഞിനെ വിട്ടുതരാനാണ് അവരെന്നോട് പറഞ്ഞതെന്ന് നോക്കും. അങ്ങനെ ദേവരാജൻ്റെ ഫോട്ടോയെ കാണിക്കുമ്പോൾ പറയും ഇയാളാണോ അല്ലെന്ന് പറയും. അങ്ങനെ അയാൾ അയച്ച കുറച്ച് ഗുണ്ടകളുടെ ഫോട്ടോ കാണിക്കും. അപ്പോൾ അതിനകത്ത് കുറച്ച് പേരെ വിക്രം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, ഞങ്ങൾക്കെതിരെ നല്ല ആക്രമണമുണ്ട്, ഞങ്ങൾക്കെതിരെ ഒരുപാട് ശത്രുക്കളുമുണ്ട്. പ്രത്യേകിച്ചും വൈഫ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞൊരു ലഹരി ഇതിനെതിരെ പോരാടുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മോളെ സുരക്ഷിതമായിട്ട് തിരുവനന്തപുരത്തോട്ടാക്കിയത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സാറ് പേടിക്കേണ്ട, എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ ഗൗരിമോളെ സംരക്ഷിക്കുമെന്ന് പറയും. അപ്പോഴത്തേക്ക് തരുണും അത് ഭയങ്കര സന്തോഷവും. കാരണം തൻ്റെ മോളെ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് തരുണിന് മനസ്സിലാവും. താൻ പേടിക്കേണ്ട, തൻ്റെ പ്രൊട്ടക്ഷനായിട്ട് പോലീസ് എപ്പോഴും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഹോസ്പിറ്റൽ വാസമെല്ലാം കഴിഞ്ഞതിന് ശേഷം തരുണ് വിക്രത്തിനെ വീട്ടിലോട്ട് കൊണ്ടുവരും. താൻ ഔട്ട് ഹൗസിൽ താമസിക്കാൻ നോക്കും, അവിടെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വിക്രം അങ്ങോട്ട് വരുന്നതറിയുന്ന മോൾക്ക് വലിയ സന്തോഷമാവും. അങ്ങനെ മോൾ ഓടി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് പിറ്റേ ദിവസം തന്നെ വേദയ്ക്കും തരുണിനും പോകണം. അങ്ങനെ അവർ പോകാനൊക്കെയായിട്ട് റെഡി ആവുകയാണ്. ആ സമയത്ത് ചോദിക്കും, മോളെ എങ്ങനെയുണ്ട് അങ്കിളെ, ഇപ്പം മാറ്റമുണ്ടോ? അങ്കിളിനെ അവർ വെടിവെച്ചോന്ന് ചോദിക്കും. വെടിയൊന്നും വെച്ചില്ലെന്ന്. പിന്നെ അങ്കിളുടെ ദേഹത്ത് ചോരയൊക്കെ വന്നല്ലോ. അത് ചെറുതായിട്ടൊന്ന് പിച്ചാത്തി എടുത്ത് തൊട്ടിയപ്പം പോറിയതാണെന്ന് പറയും. അതൊന്നും അല്ല, അങ്കിളിനെ അവർ വെട്ടിയത്, അതൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ലെന്ന് നോക്കും. ഗൗരിമോളുടെ അച്ഛനും അമ്മയൊക്കെ പോയോ? ഇല്ല, അവരിന്ന് വൈകിട്ടേ പോകത്തുള്ളൂ. ഗൗരിമോൾ മാത്രമേ ഉള്ളല്ലോ ഇവിടെ എന്ന് പറയും. അപ്പോൾ അച്ഛനും അമ്മയോ? അച്ഛനും അമ്മയും പോയാൽ പിന്നെ ഗൗരിമോളും മുത്തശ്ശിയിലേ കാണത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അപ്പം ഞാൻ വരേണ്ട കാര്യമില്ലായിരുന്നില്ലേ, വൈകിട്ട് വന്നാൽ മതിയായിരുന്നു. അത് കുഴപ്പമില്ല, അങ്കിളിനെ എൻ്റെ അച്ഛനും അമ്മയും പരിചയപ്പെടാമല്ലോ, ഇതുവരെ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. അങ്ങനെ അമ്മയെന്ന് പറഞ്ഞ് മോള് വിളിക്കും. എന്താ മോളെ എന്ന് പറയും. അങ്ങനെ വേദ അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് വേദയുടെ ഒരു ശബ്ദം പോലെ വിക്രത്തിനും തോന്നും. വിക്രത്തിൻ്റെ സംസാരം പോലെ വേദയ്ക്കും ഫീൽ ചെയ്യും. അങ്ങനെ വേദ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് വിക്രത്തിനെയാണ്. വിക്രം മോളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് വേദ കാണുന്നത്. വേദ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അതേസമയം വിക്രവും അതുപോലെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത് എൻ്റെ വേദയല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കുഞ്ഞ് അപ്പം തരുൺ സാറിൻ്റെ വൈഫ് സബ് കളക്ടർ വേദ ഇതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് വേദയ്ക്കങ്ങ് ഭയങ്കര വിഷമമാവും. വേദ വിക്രം എന്ന് വിളിക്കും. ആ സമയത്ത് വിക്രത്തിനൊന്ത് പറയണമെന്നറിയത്തില്ല. വിക്രം പെട്ടെന്ന് തന്നെ കുഞ്ഞുമോളെ താഴെ വെച്ചിട്ട് വിക്രം അങ്ങ് അകത്ത് റൂമിലോട്ട് കയറി പോവും. എന്നിട്ട് അവിടുന്ന് ഫോണും എടുത്തുകൊണ്ട് വിക്രം അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. വേദയ്ക്കൊന്നും മനസ്സിലാവത്തില്ല വിക്രം എന്താണ് ഇവിടെ, വിക്രത്തിൻ്റെ സത്യം പറയണം എന്നൊക്കെ പല ചിന്തകളുമാണ്. ആ സമയത്ത് വേദ അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് മോള് ചോദിക്കും, അമ്മ എന്തിനാണ് കരയുന്നത്? ഒന്നുമില്ലെന്ന് പറയും. മോള് പൊയ്ക്കോ എന്ന് പറയും. അങ്ങനെ മോളെ അകത്തോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം വേദ വിഷമിക്കുന്നുണ്ട്. വിക്രമാണോ മോളെ നോക്കാൻ വന്ന ബോഡി ഗാർഡ്? സത്യം ഒന്നും വിക്രത്തിന് അറിയത്തില്ലായിരുന്നു. വിക്രം ഇതിനെ തെറ്റിദ്ധരിച്ച് കാണൂ, തരുണിൻ്റെ വൈഫാന്നുള്ള കാര്യം വിക്രത്തിന് തോന്നിക്കാണൂ എന്നൊക്കെ പറഞ്ഞ് പല സംശയങ്ങളും വേദയുടെ മനസ്സിലൂടെ പോവുകയാണ്. ഈ സമയത്ത് വേദ പറയും, വിക്രത്തിനെ നേരിട്ട് കാണണം, കണ്ടതിന് ശേഷം എല്ലാ സത്യങ്ങളും വിക്രത്തിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. താൻ ബോഡി ഗാർഡായിട്ട് നിൽക്കുന്ന ഗൗരിമോള് വിക്രത്തിൻ്റെ സ്വന്തം കുഞ്ഞാണെന്നുള്ള കാര്യം പറയണം, തരുൺ തൻ്റെ ഭർത്താവല്ലെന്നുള്ള കാര്യവും പറയണം എന്നൊക്കെ വേദ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അതിനു മുമ്പ് ആദ്യം അച്ഛനെ വിളിക്കണം. വിക്രം ജയിലിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു. പക്ഷേ അച്ഛൻ വിക്രത്തിൻ്റെ വഴിക്ക് ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. വിക്രത്തെക്കുറിച്ച് ഇനിയൊന്ന് അന്വേഷിക്കേണ്ടെന്നുള്ള മട്ടിലാണ് അച്ഛനും സംസാരിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയണം, ഇതിനിടയ്ക്ക് എന്തെങ്കിലും ചതി നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ വേദ ആലോചിക്കുകയാണ്. അപ്പോൾ വിക്രവും വേദയും തമ്മിൽ വീണ്ടും ഒന്നിക്കുന്ന ഒരു നല്ല രസകരമായ നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ വിക്രവും വേദയും കുഞ്ഞുമായിട്ടൊരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പവിത്രം സീസൺ 2 പുതിയ ഇതിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.